ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡോബ് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഫ്ലെക്സ് ബാനർ ഡിസൈൻ ചെയ്യുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ അഡോബ് ഫോട്ടോഷോപ്പ് CS6 ആണ് യൂസ് ചെയ്യുന്നത്. യൂട്യൂബിൽ ഫ്ലെക്സ് ബാനർ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ രണ്ടാമത്തെ ഫ്ലെക്സ് ബാനർ ഡിസൈനിങ് വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകളും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കടക്കാം. ആദ്യമായിട്ട് തന്നെ ഫയലിൽ പോയി ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ഇവിടെ ഡോക്യുമെൻറ്റ് നെയിം ടൈപ്പ് ചെയ്യാം. നമ്മൾ ഫ്ലെക്സിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇഞ്ചിലാണ്. അതുകൊണ്ട് ഇവിടെ പിക്സൽ ചേഞ്ച് ചെയ്ത് ഇഞ്ച് സെലക്ട് ചെയ്യാം. ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലെക്സിൻ്റെ സൈസ് 3 അടി വിഡ്ത്തും 2 അടി ഹൈറ്റും ഉള്ളതാണ്. ഒരടി എന്ന് പറയുന്നത് 12 ഇഞ്ചാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 3x12 36 ഇഞ്ചാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. 2 ഫീറ്റാണ് നമ്മുടെ ബാനറിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ 2x12 24 ഇഞ്ചാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി അടുത്തായിട്ട് റെസൊല്യൂഷൻ നമുക്ക് 72 കൊടുത്താൽ മതി. 72ൻ്റെ ആവശ്യമേ ഉള്ളൂ, 300 റെസൊല്യൂഷൻ്റെ ആവശ്യമില്ല. ഇവിടെ വേണ്ടത് നമുക്ക് പിക്സൽ പെർ ഇഞ്ചാണ്. അതുപോലെ തന്നെ ഫ്ലെക്സ് പ്രിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കളർ മോഡ് CMYK ആണ്. ഞാനിവിടെ RGB ആണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ഫ്ലെക്സിൻ്റെ ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഞാൻ ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഫ്ലെക്സിലേക്ക് കൊണ്ടുവന്ന് അലൈൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫ്ലെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഇമേജിനെ ഡ്രാഗ് ചെയ്ത് ഡോക്യുമെൻറ്റിലേക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇവിടേക്ക് ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്ലേസ് ചെയ്യാം. നമ്മുടെ ഈ ബാനർ ഷോപ്പിൻ്റെ ഗ്രാൻഡ് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ മെറ്റീരിയൽ ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഞാൻ ഇമേജിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ഈ ഒരു ലൈനെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് ഡോക്യുമെന്റിലേക്ക് വെക്കുന്നുണ്ട്. ഈ ഡീറ്റെയിലിനെ ഇവിടെ കട്ട് ചെയ്ത് 2 ലൈൻ ആക്കുന്നുണ്ട്. നമുക്ക് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഈ ഫസ്റ്റ് ലൈനെ മാത്രം സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഫോണ്ട് സൈസ് അല്പം കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറച്ച് കൂടുതലാണ്. നമുക്കതിൻ്റെ സ്പേസ് കുറച്ച് കൊടുക്കാം. അതിനായിട്ട് നമുക്കിവിടെ ക്യാരക്ടർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡീറ്റെയിലിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ കളർ കോഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഡീറ്റെയിൽസിനെ നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഡീറ്റെയിൽസിന് ഡ്രോപ്പ് ഷാഡോ കൂടി കൊടുക്കണം. അതിനായിട്ട് ലെയർ സെലക്ട് ചെയ്ത് FXൽ പോവാം. ഇവിടുന്ന് ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രോപ്പ് ഷാഡോ സെറ്റ് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യാം. ഇതിൻ്റെ ഓപ്പോസിറ്റി അല്പം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ഡീറ്റെയിൽ മൂവ് ചെയ്ത് വെക്കാം. ഞാൻ അല്പം സൂം ചെയ്യുന്നുണ്ട്. ഞാൻ ഫ്രീ ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഈ ഫോണ്ടിൻ്റെ സൈസ് അല്പം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡീറ്റെയിൽസിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം.
അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. ഈ ഡീറ്റെയിൽസിന് കൂടി എനിക്ക് ഡ്രോപ്പ് ഷാഡോ കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രോപ്പ് ഷാഡോ കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് താഴേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് മൂവ് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ ഈ ഡീറ്റെയിലിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറച്ച് കൂടുതലാണ്. നമുക്കതൊന്ന് റെഡ്യൂസ് ചെയ്യാം. അതിനായിട്ട് വീണ്ടും ക്യാരക്ടർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു -25 സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിലിനെ മൂവ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഡീറ്റെയിലിനും ഡ്രോപ്പ് ഷാഡോ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിലും ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഈ ഡീറ്റെയിലിൽ ഞാൻ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് റെഗുലർ സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ഫോണ്ട് സൈസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡീറ്റെയിലിനെ ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഈ ഡീറ്റെയിലിന് ഡ്രോപ്പ് ഷാഡോ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ഡീറ്റെയിലിൻ്റെ ഡ്രോപ്പ് ഷാഡോ കോപ്പി ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഈ ലെയർ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കോപ്പി ലെയർ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ലെയറിൽ വന്ന് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ പേസ്റ്റ് ലെയർ സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ഡീറ്റെയിലിൻ്റെ അതേ സ്റ്റൈൽ തന്നെ ഈ ഒരു ലെയറിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് അടുത്ത ഡീറ്റെയിലും പ്ലേസ് ചെയ്യാം. ഞാൻ ഈ ഡീറ്റെയിലിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസും ഇൻക്രീസ് ചെയ്യാം. ഇവിടുന്ന് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. ഈ ഡീറ്റെയിൽസിൻ്റെ ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് നമുക്ക് ക്യാരക്ടർ ഓപ്ഷനിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ഡീറ്റെയിലിന് നമ്മൾ ആദ്യം കോപ്പി ചെയ്തിട്ടുള്ള ലെയർ സ്റ്റൈൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയും ഡ്രോപ്പ് ഷാഡോ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ഡീറ്റെയിൽസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇവിടേക്ക് ഒരു ലോഗോ പ്ലേസ് ചെയ്യാം. ഇവിടെ ഞാൻ ലോഗോ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഷോപ്പിൻ്റെ നെയിമും ഡീറ്റെയിൽസും പ്ലേസ് ചെയ്യാം. ഇവിടെ ഇത് കറക്റ്റായിട്ട് നമുക്ക് അലൈൻ ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഫ്ലെക്സിനെ JPG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഫയലിൽ പോയി സേവ് ആസ് സെലക്ട് ചെയ്യാം. ഇവിടെ ഫോർമാറ്റിൽ JPG ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്വാളിറ്റി മാക്സിമം കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വർക്ക് JPG ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെക്സ് ഡിസൈനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലെക്സ് ഡിസൈൻ. അപ്പോൾ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക.